ഹായ് മക്കളെ, അപ്പൊ IOQയും PYQ പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമൈൻ ദി സം ഓഫ് ഓൾ പോസിബിൾ ഏരിയ സർഫസ് ഏരിയാസ് ഓഫ് എ ക്യൂബ് ടു ഓഫ് ഹൂസ് വെർട്ടീസസ് ആർ 1 2 0 3 3 2 എന്നാ പറയുന്നത്. അതായത് ഒരു ക്യൂബ്, ആ ക്യൂബിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അതിൽ കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, ആ ക്യൂബിന്റെ രണ്ട് വെർട്ടീസസ് എന്തായിരിക്കും? 1 2 0 പിന്നെ അതേപോലെ 3 3 2 വെർട്ടീസസ് ഇതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ പോസിബിൾ ആയിട്ടുള്ള സർഫസ് ഏരിയാസിന്റെ സം എന്താന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആകെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് 2-3 ഫോർമുലാസ്, പൈതഗോറസ് തിയറം, സർഫസ് ഏരിയ ഓഫ് ക്യൂബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. പക്ഷെ ആ ചിത്രം വരയ്ക്കുന്നിടത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാര്യം. ഓക്കെ, അതായത് നമുക്കൊന്ന് നോക്കാം മക്കളെ, നോക്കാം. അത് ഞാനൊരു ക്യൂബ് വരയ്ക്കുകയാണേ. ഇതാണ് ക്യൂബ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താ മക്കളെ, ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ ക്യൂബ്. ഇനി ഇതിന്റെ സൈഡ് ലെങ്ത് എ ആണെങ്കിൽ, ഇതിന്റെ സൈഡ് മക്കളെ നോക്ക്, ഇതിന്റെ സൈഡ് ലെങ്ത് എ, ഇതിന്റെ സൈഡ് ലെങ്ത്, അതായത് എല്ലാ ലെങ്ത്തും എന്തായിരിക്കും? എ. ഇപ്പൊ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും സൈഡിലാണെങ്കിലും ഒക്കെ സൈഡ് ലെങ്ത് എന്തായിരിക്കും? എ ആണെങ്കിൽ എ തന്നെ ആയിരിക്കും അല്ലെ. 5 ആണെങ്കിൽ 5 തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? എന്താണ് സർഫസ് ഏരിയന്റെ ഇക്വേഷൻ? എന്താണ് സർഫസ് ഏരിയ ഓഫ് ക്യൂബിന്റെ ഇക്വേഷൻ? എന്താണ്? 6a² ആണ് അല്ലേടാ, 6a² ആണ്. കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, അതായത് 1 2 0. മക്കളെ നോക്കടാ, ഇവിടെ 1 2 ഈ രണ്ട് വെർട്ടീസസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്യൂബ്സ് ഒക്കെ, അതായത് ഓൾ പോസിബിൾ സർഫസ് ഏരിയ, അതായത് നമ്മൾ വെറുതെ ഇവിടെ മാത്രം എടുത്താൽ പോരാ. 1 2 0 വേണമെങ്കിൽ ഇവിടെ 3 3 2 കൊടുക്കാം അല്ലെ, ഇവിടെ 3 3 2 കൊടുക്കാം. ഇത് ഒരു പോസിബിൾ, ഈ രണ്ട് വെർട്ടീസസ് ഇവിടെ കൊടുക്കുന്ന ഒരു പോസിബിലിറ്റി മാത്രമാണ്. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടെ 1 2 0 ഇവിടെ 3 3 2 കൊടുത്തൂടെ. അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട് ആ ക്യൂബ് ഉണ്ടാക്കാനുള്ള അല്ലെ. ഈ രണ്ട് വെർട്ടീസസ് ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒരുപാടൊന്നും ഇല്ല, ആകെ 3 ഉള്ളൂ. അത് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പേടിക്കണ്ട. നമ്മളൊന്ന് വിഷ്വലി എന്ത് ചെയ്താൽ മതി, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യൂബ്സ് ആയിരിക്കണം. ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യൂബ്സിന്റെ ഏരിയന്റെ സമ്മാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, സർഫസ് ഏരിയന്റെ സമ്മ്. അപ്പൊ മക്കളെ, ഞാൻ ആദ്യം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 1 2 0 ഇവിടെ കൊടുക്കാം, 3 3 2 ഇവിടെ കൊടുക്കാം. ഇനി സാറേ നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത്, സാറേ ഇവിടെ 1 2 0 കൊടുത്തു, ഇവിടെ 3 3 2 കൊടുക്കുന്നതിന് പകരം ഇവിടെ കൊടുത്തുകൂടായിരുന്നോ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കരുത് എന്ന് പറയാൻ കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഇവിടെ ഈ 1 2 0 3 3 2 തമ്മിലൊരു ലെങ്ത് ഉണ്ടാവുമല്ലോ. ഈ ലെങ്ത് എത്രയാണ്? 5. ശരിയല്ലേ? ഈ ലെങ്ത് 5 ആണെന്ന് വിചാരിക്കാം, അല്ല പക്ഷെ വിചാരിക്കുക അത് 5 ആണെന്ന് വിചാരിക്കുക. ഇതിപ്പോ 5 ആണെങ്കിലേ നിങ്ങളിപ്പോ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ ഇപ്പൊ 3 3 2 കൊടുക്കുകയാണെങ്കിൽ, 3 3 2 കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് എത്രയാണ്? അതായത് ഇവിടെ നിങ്ങൾ 3 3 2 കൊടുക്കുന്നില്ല, അതിന്റെ പകരം ഇവിടെയാണ് 3 3 2 കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് വീണ്ടും എത്ര ആയിട്ട് വരും? ഇതെല്ലാ ലെങ്ത്തും 5 അല്ലേ? എല്ലാ ലെങ്ത്തും 5 ആണെങ്കിൽ അത് സെയിം ക്യൂബ് അല്ലേ? അപ്പൊ ആ കേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് കൺസിഡർ ചെയ്യുന്ന കേസസ് ഒക്കെ എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിട്ടുള്ള ക്യൂബ്സ് ആയിരിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഡിഫറെന്റ് ആയിട്ടുള്ള സൈഡ് ലെങ്ത് ഉള്ള ക്യൂബ്സ് ആയിരിക്കണം. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ഇതൊരു കേസാണ്. ഇത് കേസ് 1 മാത്രമാണ് മക്കളെ. ഇത് കേസ് എന്താണ്? ഇത് കേസ് 1 മാത്രമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 1 2 0, ഇവിടെ 3 3 2 അല്ലേ. ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ കൊടുത്താലും ഈ ലെങ്ത് തന്നെ കിട്ടുക. ശരിയാണോ? അതായത് 1 2 0 ഉള്ളത് ഇവിടെ 3 3 2 ഇവിടെ കൊടുത്താലും, ഇനിയിപ്പോ ഇവിടെ കൊടുത്താലും എല്ലാത്തിലും സെയിം ഡിസ്റ്റൻസ് ആണ് വരിക അല്ലേ? സെയിം ഡിസ്റ്റൻസ്. നമുക്ക് ഈ ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. ഈ 1 2 0 എടാ, എന്താ ഡിസ്റ്റൻസിന്റെ ഫോർമുല? അതായത് നമ്മൾ നോക്ക്, ഇപ്പൊ 2 അതായത് ഒന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ 3 പോയിന്റ്സ് ഉണ്ട്. ഏത്? x1 y1 z1, അതേപോലെ ഇവിടെ ആണെങ്കിൽ x2 y2 z2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് മക്കളെ. എന്താണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? എത്രയാണ്? x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ പ്ലസ് z1 മൈനസ് z2 ഹോൾ സ്ക്വയർ ആയിരിക്കും. മറക്കരുത്. ഇനി അറിയാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പം പഠിക്കാം. അങ്ങനെയാണെങ്കിലേ ഇതിലൊന്ന് പറഞ്ഞേ, ഇതിൽ 1 2 0, ഇതിൽ 1 2 0 ഉണ്ട്. ആൻഡ് ഏതാ ഉള്ളത്? 3 3 2 ഉണ്ട്. 3 3 2 ഉണ്ട്. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. ആദ്യം എടാ, ഞാൻ പറയുന്ന കാര്യം, ഇയാള് മൈനസ് ഇയാളെന്നുള്ള രീതിയിലാണ്. അത് നേരെ തിരിച്ച് x2 മൈനസ് x1 ചെയ്താലും പ്രശ്നമൊന്നുമില്ല, സെയിം ആൻസറേ വരുള്ളൂ. അപ്പൊ ഞാനിതിലേ ഇയാള് മൈനസ് ഇയാൾ, 3 - 1 എത്രയാണ്? 3 - 1 2 അല്ലേ? അപ്പൊ 3 - 1 സ്ക്വയർ പ്ലസ് വീണ്ടും ഇയാള് മൈനസ് ഇയാള്, അതായത് രണ്ടാമത്തെ ആളാണ് ഇതിലെടുക്കുന്നതെങ്കിൽ മറ്റേലും എന്താണ്? രണ്ടാമത്തെ ആൾ തന്നെ ആയിരിക്കണം. അപ്പോൾ അവിടെ എന്തായിരിക്കും വരിക? 3 - 2 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത്
2 - 0 ഹോൾ സ്ക്വയർ എന്ന് വരും. ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 - 1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ എന്താണ് 4 ആണ്. 3 - 2 പറയുമ്പോൾ 1 ആണ്. 1 സ്ക്വയർ 1 തന്നെയാണ്. 2 - 0 പറയുമ്പോൾ 4 അല്ലേ? അപ്പോൾ എത്ര വരിക? √9 ആണ്. അല്ലെങ്കിൽ എന്താ വരിക? 3 ആണ് സൈഡ് ലെങ്ത് വരുന്നത്. അതായത് കാര്യം ഇത്രേ ഉള്ളൂ, ഇതിന്റെ സൈഡ് ലെങ്ത് 3 ആണ്. അപ്പോൾ ഇതൊരു 3 സൈഡ് ലെങ്ത് ആയിട്ടുള്ള ഒരു ക്യൂബാണ്. ഇനി മക്കളെ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ 332 സാറേ ഇവിടെ 120 എടുത്ത്, സാറേ ഇവിടെ 120 എടുത്ത് ഇവിടെ 332 കൊടുക്കുന്നതിന് ഇവിടെ കൊടുത്തൂടെ? ഈ 332 ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ സൈഡ് ലെങ്ത് എത്ര വരിക? 3 ആ വരിക. ശരിയല്ലേ? അപ്പോൾ ആ കേസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ ഇവിടെയാണ് കൊടുക്കുന്നതായിരിക്കാം, ഇവിടെ 120 താഴെ കൊടുത്തു, ഇനി ഇവിടെ കൊടുക്കായിരിക്കാം 332. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ സെയിം സൈഡ് ലെങ്ത് ആണ് വരിക. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കേസസ് നമ്മൾ എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്താണ് ഇവിടെ? ഇത് കേസ് 1 മാത്രമാണ്. ഇതെന്താണ്? കേസ് 1 മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഈ കേസ് 1 അല്ലാതെ വേറെ ഏതൊക്കെ കേസ് ഉണ്ട് എന്നുള്ളൊരു കേസ് നമ്മൾ ആദ്യം ആലോചിക്കണം. അപ്പോൾ ഇതല്ലാതെ പിന്നെ വേറെ ഏത് കേസ് ഉണ്ടാവുക? ഇതല്ലാതെ പിന്നെ വേറെ ഏത് കേസ് ഉണ്ടാവും? ഞാനൊരു കേസ് 2 വരച്ച് കാണിച്ചാൽ. കേസ് 2 അതായത് നമുക്ക് സെയിം സൈഡ് ലെങ്ത് ഉള്ള സാധനം നമുക്ക് ആവശ്യമില്ല. ആ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സംഭവത്തിലുള്ളൂ, നമ്മൾ ഈ 332 ഉണ്ടല്ലോ, ഇവിടെ കൊടുക്കുന്നതിന് ഇവിടെ കൊടുത്താലോ, അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈഡ് ലെങ്ത് ആ കിട്ടുക. കാണിച്ചുതരാം. സംശയം ഉണ്ടോ നിങ്ങൾക്ക്? കാണിച്ചുതരാം. ഇവിടെ കൊടുത്തു നോക്കിയാലോ, ഇവിടെ കൊടുത്തു നോക്കാം. 3 എന്തായിരുന്നു മക്കളെ? 2 അല്ലേ? 2 ആണ്. ഇനി പറയടാ, ഈ ലെങ്ത് ഞാനൊരു എ ആക്കി എടുക്കുകയാണ്. സൈഡ് ലെങ്ത് എ ആക്കി എടുക്കുക. ഈ ലെങ്ത് ഞാനൊരു എ ആക്കിയിട്ട് എടുക്കുകയാണ്. പ്രശ്നമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എത്ര ആയിരിക്കും വരിക? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 120 332 തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലേ? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആണ്. നമ്മൾ കുറച്ച് മുൻപ് കണ്ടുപിടിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആണ്. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഞാൻ ഇതിന്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്ന് വിചാരിക്കാം. അതായത് ഈ ലെങ്ത് ഞാനൊരു എ എടുത്തു, ഈ ലെങ്ത് ഞാനൊരു എ എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് ബൈ പൈതഗോറസ് തിയറം പ്രകാരം എത്ര ആയിരിക്കും ആ ലെങ്ത് വരിക? നിങ്ങൾക്ക് അതായത് മക്കളെ നിങ്ങളിപ്പോൾ എന്ത് കൺസിഡർ ചെയ്താൽ മതി അറിയോ? ആ ഫ്രണ്ടിലുള്ള ആളെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഈ ഫ്രണ്ടിൽ പോയോ അത് ഫ്രണ്ടിലുള്ള ആൾ എന്ന് പറയുമ്പോൾ അതാ ഈ ഫ്രണ്ടിലുള്ള ഫേസ് ഉണ്ടല്ലോ, ആ ഫേസ് മാത്രം, സംശയം ഒന്നും വേണ്ട, 332 ഇതാണല്ലോ സാധനം. അപ്പോൾ ഈ ഒരു ഏരിയ ഈ ഫ്രണ്ടിൽ നോക്ക്, ഈ ഫ്രണ്ടിലുള്ള ഫേസ് ആട്ടോ, ഇത് മാത്രമേ ഞാൻ തൽക്കാലം ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എ എന്ന് കൊടുക്കുക, ഇവിടെ എ എന്ന് കൊടുക്കുക. അപ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് പൈതഗോറസ് തിയറം പറഞ്ഞാൽ ഈ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ് എന്ത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലേ? അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഒരു ലെങ്ത് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ 2a സ്ക്വയർ ആണ് എന്ത്? എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? √2a ആണ് അല്ലെ? √2a ആണ്. ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്തു? റൂട്ട് എടുത്തു. ഇവിടെ റൂട്ട് എടുത്ത സമയത്ത് നമുക്ക് എക്സ് കിട്ടി. ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ √2a സ്ക്വയർ ആണ്. √2a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? √2 ഇൻറ്റു മനസ്സിലായില്ല എന്നുള്ളൊരു ഞാൻ പറഞ്ഞത് ചിലപ്പം ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് 2a സ്ക്വയർ ഈസിക്കൽ ടു എന്താണ്? എക്സ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 2a സ്ക്വയർ ആണെങ്കിൽ മക്കളെ നോക്ക്, രണ്ട് ഭാഗത്ത് റൂട്ട് എടുക്കുക. ഇവിടെയും റൂട്ട് എടുക്കുക, ഇവിടെ എന്ത് ചെയ്യുക? റൂട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ √(x സ്ക്വയർ) എന്താണ്? എക്സ്. ഇവിടെ √2 ഇൻറ്റു √a സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ഇവിടെ എന്ത് വരും? √2a എന്ന് വരും. ശരിയല്ലേ? അങ്ങനെയാണ് എനിക്ക് ആ √2a കിട്ടിയത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ എക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? √2a ആണ്. അപ്പോൾ അതൊക്കെ ബൈ ഹാർട്ട് പഠിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അതായത് സൈഡ് ലെങ്ത് എ, ബേസും എ, പിന്നെ ഹൈറ്റും എ ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്തേ വരുള്ളൂ? √2a വരുള്ളൂ. ബൈഹാർട്ട് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ. ഇനി മക്കളെ മനസ്സിലാക്കാൻ, ഈ √2a എന്ന് പറയുന്ന ആൾ എന്താണ്? ഇയാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് നമ്മൾ കുറച്ച് നേരം മുന്നേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എന്താണ്? √2a എന്ന് പറഞ്ഞാൽ എന്താണ്? √2a എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡിസ്റ്റൻസ് എന്താണ്? 3 ആണ് അല്ലേ? കണ്ടുപിടിച്ചാണ് കഴിഞ്ഞ കേസ് 1-ൽ നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലേ ഈ ഡിസ്റ്റൻസ് 3 ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കാണിച്ചു തന്ന കാര്യമാണ് നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ √2a = 3 ആണെങ്കിൽ a = എന്താണ്? 3/√2 ആണ്. ശരിയല്ലേ? 3/√2. അതായത് കേസ് 1 ചെയ്ത സമയത്ത് നമുക്ക് എന്തായിരുന്നു കിട്ടിയിരുന്നത്? a3 ആയിരുന്നു കിട്ടിയിരുന്നത്. കേസ് 2-ൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? എന്റെ വാല്യൂ 3/√2 ആണ്. ശരിയല്ലേ മക്കളെ? ശരിയാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല സാറേ. അങ്ങനെയാണെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടോ? വേറെ ഒരു കേസും കൂടി ഉണ്ട്. ഏതാണ് കേസ്? അതായത് നിങ്ങൾക്ക് അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്യൂബ്സ് ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അങ്ങനെ ഡിഫറെന്റ് ആണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എന്ത്? നമുക്ക് കിട്ടിയിട്ടുള്ള സൈഡ് ലെങ്ത്. കേസ് 1-ൽ കിട്ടിയ സൈഡ് ലെങ്ത് ആണോ നമുക്ക് കേസ് 2-ൽ കിട്ടിയത്? അല്ല.
ഇവിടെ എന്തായിരുന്നു കിട്ടിയത് 120 അല്ലേ 120 ഓക്കെ നമ്മൾ ആദ്യം കൊടുത്തിരുന്നു ആദ്യം ഇവിടെ കൊടുത്തു കേസ് 1ൽ 332 ഇവിടെ കൊടുത്തു കേസ് 2ലേക്ക് വന്ന സമയത്ത് നമ്മൾ ഇവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു 332 ഇവിടെ കൊടുത്തു അല്ലേ ഇനി നമുക്ക് കേസ് 3ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം ഇവിടെ കൊടുത്താൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂബാണ് കിട്ടുക കാണിച്ചു തരാം 332 ഇവിടെ കൊടുത്തു നോക്കിയാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലെങ്ത്താണ് കിട്ടുക ഞാൻ ഒന്ന് കുറച്ചൊന്ന് ഇമാജിൻ ചെയ്യണം മക്കളെ നിങ്ങൾ ഇവിടെയുള്ള ലെങ്ത് ഇത് ഞാൻ കേസ് 3 ആട്ടോ ഇത് കേസ് 3 ആണ് മക്കളെ നോക്കാം ഇവിടെയുള്ള ഈ ലെങ്ത് ഞാനൊരു എ എന്ന് വിളിക്കാം ബുദ്ധിമുട്ടൊന്നുമില്ല ആർക്കും ബുദ്ധിമുട്ടില്ല അപ്പൊ ഇവിടെയുള്ള ലെങ്ത് എന്ത് തന്നെ വരുള്ളൂ ക്യൂബാണല്ലോ എല്ലാ സൈഡും ഈക്വലാണ് അല്ല മക്കളെ നോക്ക് ഇവിടെ എയും ആണെങ്കിൽ ഈ ലെങ്ത് എത്ര വരുള്ളൂ പൈതഗോറസ് തിയറം ഞാൻ നേരത്തെ ഇപ്പൊ പണ്ട് നിർത്തിയിട്ടുള്ളൂ എയും ആണെങ്കിൽ മറ്റടുത്ത് എന്താ വരിക √2 A ആണ് വരിക എടാ മക്കളെ ശ്രദ്ധിക്കുക ഒന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കിയാലോ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നോക്കാം കാരണം ഇവിടെ എന്തായാലും എന്തേ വരുള്ളൂ 90 ഡിഗ്രി വരുള്ളൂ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ലെങ്ത് എന്താണ് ഇവിടുത്തെ ഈ ലെങ്ത് എത്രയാണ് ഈ ലെങ്ത് എന്താണ് A ആണ് അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയും എന്തുണ്ട് പൈതഗോറസ് തിയറം ഉണ്ട് അങ്ങനെ ആ റൂട്ട് ഞാൻ ആ ട്രയാങ്കിൾ ഒന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് വരച്ച് കാണിച്ചു തരാം ആ ട്രയാങ്കിൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക 120 ഉണ്ട് മുകളിലാണെങ്കിൽ എന്താ 332 ഉണ്ട് അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ √2 A ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ആണെങ്കിൽ എന്താ ഉണ്ടാവുക നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യണം ഓക്കെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ഇതൊരു എക്സ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുമോ √2A² പ്ലസ് A² ഈസ് ഈക്വൽ ടു x² എന്ന് പറയാൻ പറ്റുമോ പറ്റും പൈതഗോറസ് തിയറം ഈസി √2A² എന്ന് പറയുന്നത് 2A² പ്ലസ് A² അല്ലേ ഈസ് ഈക്വൽ ടു x². ഈ 2A² പ്ലസ് A² 3A² എന്ന് എഴുതുന്നതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരാൾക്കും ബുദ്ധിമുട്ടില്ല ഇനി x² ഈസ് ഈക്വൽ മക്കളെ x² ഈസ് ഈക്വൽ ടു 3A² ആണെങ്കിൽ x ഈസ് ഈക്വൽ എന്താ വരിക √3A² അല്ലെ അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു √A². അല്ലെങ്കിൽ മക്കളെ x ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു A എന്ന് വരും അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ് √3A ആണ് അതും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി √3A നമ്മൾ എങ്ങോട്ടേക്കാണ് നമ്മളുടെ ചിന്ത പോകുന്നത് നമുക്ക് മനസ്സിലായോ അതായത് ഇവിടെയുള്ള ഈ എക്സിന്റെ ലെങ്ത് √3A ആണ് ഈ ലെങ്ത് എന്തും കൂടിയാണ് അതായത് 120 332 നമ്മളുടെ ഡിസ്റ്റൻസ് അല്ലേ ആ ഡിസ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം നമ്മൾ കണ്ടുപിടിച്ചതല്ലേ നമ്മൾ എന്താ കണ്ടുപിടിച്ചത് ആ ഡിസ്റ്റൻസ് എന്താണ് അപ്പൊ √3A ആണ് അവര് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിച്ച ഡിസ്റ്റൻസ് നമുക്കറിയാം ആ ഡിസ്റ്റൻസ് എത്രയാണ് 3 നമ്മൾ കേസ് 1ൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് ഈ 120 332 നമ്മളുടെ ഡിസ്റ്റൻസ് എന്താണ് 3 ആണെന്നുള്ളൊരു കാര്യം അവിടെ ഞാൻ പറഞ്ഞ കാര്യമാണ് അപ്പൊ ഇവിടുത്തെ കേസിൽ √3A = 3 എന്ന് എഴുതി കൂടെ ആർക്കും ബുദ്ധിമുട്ടില്ല ഉണ്ടോ അങ്ങനെയാണെങ്കിൽ A = എന്താണ് 3/√3 ആണ് വരിക അല്ല മക്കളെ 3/√3 ഈ 3 എന്ന് പറഞ്ഞാൽ എന്താണ് √3 ഇൻറ്റു √3 ഡിവൈഡ് ബൈ √3 അപ്പൊ ഈ √3 ക്യാൻസൽ ആയി അപ്പൊ A = എന്ത് വരും √3 എന്ന് വരും ഓക്കെ അപ്പൊ ഈ ഒരു 3 കേസസ് മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വേറെ ഏത് കേസ് കൺസിഡർ ചെയ്ത് നോക്കിയാലും ഇതിലുള്ള ഏതെങ്കിലും സൈഡ് ലെങ്ത് നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ ഈ 3 കേസസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക അപ്പോൾ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള സൈഡ് ലെങ്ത് ഉള്ള 3 കേസസ് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ ഇതിൽ കേസ് 1 കിട്ടി കേസ് ഇതിന്റെ സർഫസ് ഏരിയ ഡിറ്റർമിൻ സം ഓഫ് ഓൾ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ സം അപ്പൊ ഇതിന്റെ സർഫസ് ഏരിയ എന്താണ് 6A² ആണ് അല്ലെങ്കിൽ പറ 6 ഇൻറ്റു 3² ആണ് അല്ലെങ്കിൽ മക്കളെ 6 ഇൻറ്റു 9 ആണ് ഇവിടുത്തെ സർഫസ് ഏരിയ എന്താണ് 54 ആണ് ഇനി അടുത്ത് ഇത് കേസ് 2 അല്ല മക്കളെ കേസ് 2ൽ എന്താ ഈ സർഫസ് ഏരിയ എപ്പോഴും എന്താണ് 6A² ആണ് 6A² എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കേസിൽ 3/√2² ആണ് അല്ലെങ്കിൽ 6 ഇൻറ്റു 3² എന്ന് പറഞ്ഞാൽ 9 ആണ് √2 എന്താണ് 2 ആണ് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഇവിടെ ക്യാൻസൽ ചെയ്തു 3 എന്ന് വരും 3 ഇൻറ്റു 9 എത്ര വരും 27 എന്ന് വരും കേസ് 2ന്റെ സർഫസ് ഏരിയ ആയി ഈ കേസ് 3 ഇവിടുത്തെ സർഫസ് ഏരിയ എന്താ വരിക 6 ഇൻറ്റു A² ആണ് അല്ലെങ്കിൽ √3² ആണ് അല്ലെങ്കിൽ എന്താ വരിക 6 ഇൻറ്റു 3 ആണ് ആൻസർ എന്താ വരിക 18 ആണ് വരിക അപ്പോൾ 3 സർഫസ് ഏരിയയും കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ പോരെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള സർഫസ് ഏരിയ എന്തൊക്കെയാണ് 54 ഉണ്ടായിരുന്നു പിന്നെ 27 18 അല്ലടാ 27 ഉണ്ട് പിന്നെ ഏതാണ് 27 ഉണ്ട് പിന്നെ ഏതായിരുന്നു 18 അല്ലേ 27 ഉണ്ട് പിന്നെ 18 ഉണ്ട് അല്ലേ അപ്പോൾ 27ഉം 18ഉം ആയിരുന്നു നമുക്ക് അവിടെ കിട്ടിയത് 27ഉം 18 ഇവിടെ പോയി 54 + 27 + 18 എന്ന് വരും
അപ്പോൾ 54 + 45 എന്ന് വരും, അല്ലെങ്കിൽ ആൻസർ എന്താ വരിക 99 എന്ന് വരും. അപ്പോൾ 99 ആണ് കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻസിലൊക്കെ ഒരു ഇമാജിനേഷൻ, ആ ഒരു സംഭവം നമ്മൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ഈ ഒരു സംഭവം പറ്റുന്നുണ്ടോ എന്ന്. അതായത് നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി, ഇത് ഇപ്പം പഠിച്ചില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാൻ നോക്കാം. നമ്മൾ എപ്പോഴും ഈ IOQ എക്സാംസിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും പറ്റും. അതിനാണെങ്കിൽ നിങ്ങൾ ബോർഡ് എക്സാം ലെവലിൽ ഇരുന്നാൽ മതി, അല്ലേ? IOQ ഒളിമ്പ്യാഡ് എക്സാംസിലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും കഴിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, കാണാത്ത പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്താൽ പറ്റുന്നുണ്ടോ നോക്കുക. സ്വാഭാവികമായിട്ടും ചിലപ്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ആ ബുദ്ധിമുട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു പ്രാക്ടീസ്, ആ ഒരു സ്കില്ല് ഉണ്ടാക്കിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം ഹാളിൽ നിന്നും കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടിക്കുകയാണെങ്കിൽ ചെയ്യാൻ വേണ്ടി തോന്നും. ഇപ്പോൾ പല 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ പോലും പല കുട്ടികളും ചെയ്യാതെ പോരുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതെ കരുത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കൺസെപ്റ്റ് ആയിരിക്കും. നിങ്ങൾ 2 മാർക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മാത്രം നോക്കരുത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മളിപ്പോൾ ചെയ്ത PYQ സീരീസിൽ തന്നെ നോക്കിയാൽ മതി. ഈ ജോമെട്രിയിൽ നമ്മൾ ചെയ്തിരുന്ന ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.